ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്കാണ്. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിൽ വിവാദം വീര്യമാർജിക്കുകയാണ്. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് 3 കാര്യങ്ങളാണ്. 1, സർക്കാർ എന്ത് തെറ്റ് ചെയ്തു. 2, പിണറായി സർക്കാരാണ് MSC കമ്പനിയുമായി ചർച്ച തുടങ്ങിയത്. 3, ദേശാഭിമാനിയിലാണ് ആദ്യം വാർത്ത വന്നത്. അതായത് ആരോപണത്തിന്റെ മുന അത് പ്രതിപക്ഷത്തിന് നേരെ തിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇന്ന് മറുപടികൾ വന്ന പകലാണ്, പക്ഷേ വിള്ളലുണ്ട് പ്രതിപക്ഷത്തിലെന്ന് വ്യക്തം. ഇന്നത്തെ പ്രൈം സ്റ്റോറി: വിഴിഞ്ഞം CPM-ൽ വിള്ളൽ വീഴ്ത്തിയോ? UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 50 ദിവസമാകുന്നു. ഇന്ന് കത്തി നിൽക്കുന്ന വിവാദം അത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപമാണ്. മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. എങ്ങനെയാണ് ഈ അദാനി ഗ്രൂപ്പിന് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇതിന് ഇത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം ലഭിച്ചത്? അവിടെയാണ് അതീവ ഗൗരവമായ സംശയം വരുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ കരാർ ലംഘനം ഉണ്ടായിട്ടും നിയമോപദേശം തേടുന്നില്ല. സെബിക്ക് മുന്നിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഒരു തരം ദുരൂഹത ഇതിനകത്തെല്ലാം കാണാൻ കഴിയും. പാർട്ടി സെക്രട്ടറി ആകട്ടെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയിലാണ് അദാനിയുമായി ഡീൽ ഉണ്ടാക്കിയതെന്ന് കൂടിയങ്ങ് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യം സംബന്ധിച്ചെല്ലാം മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് VD സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് നടത്തിയിട്ടുള്ള യാത്ര, അവിടെ വെച്ച് നടത്തിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ സതീശൻ പറയട്ടെ, ഞങ്ങൾ പോയത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അദാനിയുമായി ചർച്ച നടത്തിയത് ഞങ്ങൾ ഇതല്ല ഇന്ന കാര്യമാണ് എന്ന് സതീശൻ പറയട്ടെ. അപ്പോൾ പിന്നെ വെക്കാവുമല്ലോ. പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്കാണ് ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകിയത്. പാർട്ടി പത്രം ദേശാഭിമാനി ഉയർത്തിക്കാണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ്. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെൻറ്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിഞ്ഞ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള, എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ഇന്ന് വയനാട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പാർട്ടി പത്രമല്ല, മറ്റു പത്രങ്ങൾ കൂടി മുഖ്യമന്ത്രി വായിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉപദേശം. അപ്പോൾ എക്കണോമിക് ടൈംസിനും മാതൃഭൂമിക്കും കിട്ടിയ വാർത്ത ദിവസങ്ങൾ കഴിഞ്ഞ് ദേശാഭിമാനി നൽകുന്നതിൽ അസ്വാഭാവികത മുഖ്യമന്ത്രി കാണുകയാണ്. അതൊരു കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. അതീവ രഹസ്യ സ്വഭാവമുള്ള വാർത്ത ദേശാഭിമാനി മാത്രം പ്രസിദ്ധീകരിച്ചു എന്ന നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് ചേർന്നതല്ല എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും കഷ്ടപ്പെട്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരൊറ്റ വാചകത്തിൽ അത് മുഴുവൻ റദ്ദാക്കുകയാണ് കണ്ണൂരിലെ പാർട്ടിയുടെ ഉന്നതൻ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. നമ്മുടെ കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ
അവരെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആക്ഷേപം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദാനി തന്നെ ആ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അതിൽ വലിയ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും, MV ഗോവിന്ദനെ CPM പാർട്ടി സെക്രട്ടറി ആക്കിയ സമയത്ത് യോഗങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന, ഒന്നിലും പങ്കെടുക്കാതെ മാറി നിന്ന EP ജയരാജനെ ഇന്ന് EP തള്ളിപ്പറയുന്നത് പിണറായി വിജയനെയാണ്. പാർട്ടി നിലപാടിൽ നിന്ന് വെറുതെ മാറി നിൽക്കുകയല്ല, മറിച്ച് പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് EP ഇന്ന് അവസാനിപ്പിച്ചത്.